നമ്മൾ ഫ്രൂട്ട് കേക്ക്സ് നമുക്ക് റേഞ്ച് ഓഫ് ഫ്രൂട്ട് കേക്ക്സ് ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്, ബനാന കേക്ക് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. ഈ 4 കേക്കുകളിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് ആണെങ്കിൽ നമ്മൾ ചക്ക തന്നെ സീസൺ അല്ലാത്ത സമയത്താണ് അത് വരട്ടി വെച്ച് അതിട്ട് വെച്ചിട്ടാണ് നമ്മൾ ജാക്ക് ഫ്രൂട്ട് കേക്ക് ചെയ്യുന്നത്. പൈനാപ്പിൾ ആണെങ്കിലും നമ്മൾ ഫ്രഷ് പൈനാപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് ഓഫ് പൈനാപ്പിൾ കൂടുതലാണ്. സാധാരണ ഒരു പൈനാപ്പിൾ കേക്ക് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഫ്ലേവർ ആയിരിക്കും. ഇതിപ്പോൾ പൈനാപ്പിൾ കേക്ക് ആണെങ്കിലും ജാക്ക് ഫ്രൂട്ട് കേക്ക് ആണെങ്കിലും ബനാന കേക്ക് ആണെങ്കിലും ക്യാരറ്റ് കേക്ക് ആണെങ്കിലും എക്സ്ട്രാക്ട്സോ ഫ്ലേവേഴ്സോ അല്ല, പ്യുവർ ഫ്രൂട്ടാണ് അതിൽ വരുന്നത്. ഇപ്പോൾ ക്യാരറ്റ് ഫ്രൂട്ട് അല്ല, പക്ഷെ എന്നാലും ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കാണ് നമ്മുടെ. അപ്പോൾ അതിലിത് ഈന്തപ്പഴവും ക്യാരറ്റും ഫ്രഷ്ലി ഗ്രേറ്റഡ് ക്യാരറ്റാണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ പൈനാപ്പിൾ ആണെങ്കിലും ഫ്രഷ് പൈനാപ്പിൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ സോർട്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ കേക്കിലേക്ക് കൊടുക്കുന്നത്. അപ്പം എല്ലാ ഫ്രൂട്ടിലും ഒരു 20 to 30% ഫ്രൂട്ട് കണ്ടൻറ്റ് ഉണ്ട്, റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ടുള്ള കണ്ടൻറ്റ്. അപ്പം ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള കേക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് കേക്ക് എന്നൊക്കെ ഇപ്പം സാധാരണ നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ ചക്ക കൊണ്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ചക്കേൻ്റെ ആ സ്മെല്ലും ടേസ്റ്റും കേക്കിലേക്ക് എന്തുമാത്രം വരും എന്നുള്ളതാണ്. പക്ഷേ ഒരു ജാക്ക് ഫ്രൂട്ട് കേക്ക് കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അത് കുറച്ച് തണുത്തിട്ടും കൂടെ ആണെങ്കിൽ ഒന്ന് ചിൽഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് വർദ്ധിച്ചു. ക്യാരറ്റ് ആണെങ്കിലും ജാക്ക് ഫ്രൂട്ട് ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും ബനാന ആണെങ്കിലും.